ഹായ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഇപ്പോൾ മാതാപിതാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കളിപ്പാട്ടമാണ് മാഗ്നറ്റിക് ടൈൽസ്. കുട്ടികൾ ഇത് വെച്ച് വലിയ ബിൽഡിങ്ങുകളും കാറുകളുമൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും എൻ്റെ കുട്ടിക്ക് ഇതൊന്ന് വാങ്ങിക്കൊടുത്താലോ എന്ന്. പക്ഷേ നേരെ പോയി ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇതിൻ്റെയൊക്കെ വില നോക്കുമ്പോൾ നമ്മുടെ നെഞ്ചൊന്ന് കാളും. ഇത്രയും ക്യാഷ് കൊടുത്ത് വെറും ഒരു കളിപ്പാട്ടം വാങ്ങണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സത്യം പറയാമല്ലോ, ചില വീടുകളിൽ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇരുന്ന് ഇത് വെച്ച് വീടുണ്ടാക്കുന്നതും അവർ അത് ഷെയർ ചെയ്യുന്ന വാട്സപ്പ് ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്ക് ഇത്രയും പണം മുടക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത്? വില കുറഞ്ഞത് വാങ്ങിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഈ കളിപ്പാട്ടത്തിൻ്റെ ഗുണങ്ങളും ഇതിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു അപകടവുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യം എന്നോടാണ് ചോദിക്കുന്നത് എങ്കിൽ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഓപ്പൺ എൻഡഡ് ടോയ്, അതായത് പ്രത്യേകിച്ചൊരു തീമുമില്ലാതെ തോന്നിയതുപോലെ പലതും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കളി, അതിനാണ് ഓപ്പൺ എൻഡഡ് എന്ന് പറയുക. അതായത് ബാറ്ററി ഇട്ട് സ്വയം ഓൺ ചെയ്താൽ പാട്ടുപാടി പോകുന്ന കളിപ്പാട്ടങ്ങളെക്കാൾ കുട്ടികളുടെ തലച്ചോറിന് നല്ല ഒന്നാന്തരം പണി കൊടുക്കുന്ന ഐറ്റമാണിത്. ഇതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമതായി ഭാവന. ഇതിന് പ്രത്യേകിച്ച് ഒരു നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടി അവർക്ക് ഇഷ്ടമുള്ളതും അവരുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കും. ഇന്നത് വീടാകാം, നാളെ അത് റോക്കറ്റാകാം, മറ്റന്നാളെ അത് കാറാകാം, അങ്ങനെ അങ്ങനെ അത് മുന്നോട്ട് പോകും. രണ്ടാമതായി സ്ക്രീൻ ടൈം കുറക്കും. എപ്പോഴും ഫോൺ താ, ടി വി വെച്ച് താ എന്ന് പറയുന്ന കുട്ടികളെ കുറച്ച് നേരമെങ്കിലും അടക്കിയിരുത്താൻ ഇതിന് കഴിയും. നേരത്തെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമതായി ഫൈൻ മോട്ടോർ സ്കില്ല്. ഈ കാന്തങ്ങൾ പരസ്പരം ചേർത്ത് വെക്കുമ്പോഴും അത് ശ്രദ്ധയോടെ പൊളിയാതെ വെക്കുമ്പോഴും പരസ്പരം അത് വിട്ടുമാറ്റുമ്പോഴുമൊക്കെ അവരുടെ വിരലുകൾക്ക് ബലവും മനസ്സിന് കോൺസെൻട്രേഷനും ലഭിക്കുന്നു. ഇത് വലിയ രീതിയിൽ ഫൈൻ മോട്ടോറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതിൽ ഒളിപ്പിച്ചിരിക്കുന്ന വളരെ വലിയൊരു അപകടമുണ്ട്. അതാണ് ഇതിൻ്റെ ഉള്ളിലെ കാന്തങ്ങൾ. വില കൂടുതലാണെന്ന് കരുതി നമ്മൾ ഓൺലൈനിൽ കാണുന്ന വളരെ ചെറിയ വില കുറഞ്ഞ, ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മാഗ്നറ്റിക് ടൈൽസുകൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അത് പൊട്ടി കാന്തം പുറത്തു വരാനും കുട്ടി ആ കാന്തം വിഴുങ്ങാനും അത് കുടലിൽ വെച്ച് പരസ്പരം ഒട്ടിപ്പിടിച്ച് വളരെ വലിയൊരു ഡാമേജ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ടൈൽസ് വാങ്ങുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി മെറ്റൽ റിവറ്റുകൾ. ടൈൽസുകളുടെ മൂലകളിൽ കാന്തം പുറത്തു പോകാതിരിക്കാനുള്ള ഒരു ലോക്ക് പോലുള്ള ചെറിയ മെറ്റൽ റിവറ്റുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് ക്വാളിറ്റി. പ്ലാസ്റ്റിക് കവചം, അതായത് അൾട്രാസോണിക് വെൽഡിംഗ് ചെയ്ത നല്ല ബ്രാൻഡുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത് വളരെ ചെറിയ ടൈലുകൾ ഒഴിവാക്കുക. ക്യാഷ് ലാഭിക്കാൻ വേണ്ടി വളരെ വില കുറഞ്ഞ മിനി മാഗ്നറ്റിക് ടൈൽസുകൾ വാങ്ങരുത്. കുട്ടികൾ അത് എളുപ്പത്തിൽ വായിലിടാനും അത് തൊണ്ടയിൽ കുടുങ്ങാനും വരെ സാധ്യതയുണ്ട്. മാഗ്നറ്റിക് ടൈൽസ് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യം. ഇത് തീർച്ചയായും വാങ്ങാം, പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നല്ല ബ്രാൻഡുകൾ നോക്കി മാത്രം വാങ്ങുക. ആദ്യം 10ഓ 20ഓ പീസുകളുള്ള ഒരു ചെറിയ സെറ്റ് വാങ്ങി കുട്ടിക്ക് താല്പര്യമുണ്ടോ എന്ന് നോക്കുക. ഇനി കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ പിന്നീട് വലിയ മെഗാ സെറ്റുകൾ വാങ്ങി കുട്ടിക്ക് നൽകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും, നമ്മൾ ആദ്യം വാങ്ങിയ ആ ചെറിയ സെറ്റ് എന്ത് ചെയ്യും? വീടിൻ്റെ മൂലക്ക് കൂട്ടിയിടാതെ നന്നായി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ കുടുംബത്തിലെയോ കൂട്ടുകാരുടെയോ കുട്ടികൾക്ക് ഗിഫ്റ്റായി നൽകാം. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരിക്കും ഇത്. ഇത് വെച്ച് ആ കുട്ടി കളിക്കുമ്പോഴൊക്കെ അവർ നിങ്ങളെ സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യും. പൊതുവെ ഏത് കളിപ്പാട്ടം വാങ്ങുമ്പോഴും മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കുട്ടി അത് വായിലിടുമോ? അവരുടെ കാലിൽ വീണാൽ പരിക്ക് പറ്റുമോ? ഇനി ആ കളിപ്പാട്ടം വെച്ച് അവർ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുമോ? അല്ലെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ അറ്റം ഷാർപ്പാണോ എന്നൊക്കെ നമ്മൾ നിർബന്ധമായും നോക്കണം. നമ്മൾ മുതിർന്നവർ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിൽ കയറിയാൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും. കളർ നോക്കും, അതിൻ്റെ തുണി നോക്കും, സൈസ് നോക്കും. അതുപോലെ ചിലർ ഡ്രസ്സ് എടുത്ത് വലിച്ചു നോക്കും. അതിൻ്റെ പകുതിയെങ്കിലും ശ്രദ്ധ കുട്ടികൾക്കൊരു കളിപ്പാട്ടം വാങ്ങുമ്പോഴും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾക്കുള്ള കളിപ്പാട്ടം വെറും ഒരു കുട്ടിക്കളിയല്ല. മാളിലൊക്കെ പോയാൽ ഇപ്പോഴും കുട്ടികളെപ്പോലെ ടോയ് കാർ സെക്ഷനിലേക്ക് ഓടുന്ന ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ഇതൊന്ന് ഓർമ്മിപ്പിക്കട്ടെ.
നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.